നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് ജില്ലയിലെ പെരുമാട്ടിയിൽ നിന്നുള്ള വാർത്തയാണ് നല്ല വാർത്തയിൽ ഇന്ന് ആദ്യം. വർഷങ്ങളായുള്ള ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ വിജയം കണ്ട സന്തോഷ വാർത്ത. വരൾച്ച നൽകിയ ദുരിതത്തിൽ നിന്നും പെരുമാട്ടി പഞ്ചായത്തിലെ ഭൂമിയെ ഫലഭൂയിഷ്ഠമാക്കി മാറ്റിയ കഥ. ഭൂജലനിരപ്പ് അപകടകരമാം വിധം താഴ്ന്ന പെരുമാട്ടി പഞ്ചായത്തിൽ ജലവിധാനം ഉയർത്തി കൃഷിയിടങ്ങളെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ട് നടത്തിയ പ്രവർത്തനങ്ങളാണ് വിജയം കണ്ടിരിക്കുന്നത്. പെരുമാട്ടിയുടെ ജലസംരക്ഷണത്തിന്റെ വിജയകഥയുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ജലക്ഷാമം പല പ്രദേശങ്ങളിലും ആശങ്കയാകുമ്പോൾ സ്വയം മുന്നിട്ടിറങ്ങി പരിഹാരം കണ്ടെത്തിയാണ് പെരുമാട്ടി മാതൃകയാകുന്നത്. കഴിഞ്ഞ 7 വർഷമായി തുടർച്ചയായി നടപ്പാക്കിയ ജലസംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ ഇവിടെ വലിയ മാറ്റമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മണ്ണ് പര്യവേഷണ സംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ. മഴവെള്ളം പരമാവധി സംഭരിക്കുകയും ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രദേശവാസികൾ ചേർന്ന് ചെറുകുളങ്ങളും ജലസംഭരണ സംവിധാനങ്ങളും നിർമ്മിച്ചു. ഇതിനകം തന്നെ ഏകദേശം 2.5 ലക്ഷം ലിറ്റർ മഴവെള്ളം സംഭരിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതും 50ഓളം ചെറുകുളങ്ങൾ നിർമ്മിച്ചതുമാണ് ശ്രദ്ധേയമായ നേട്ടം. ഇതിനു പുറമെ 40 കൊക്കരണികളും പുനരുജ്ജീവിപ്പിച്ചു. പഞ്ചായത്തിലെ 6000 ഹെക്ടർ പ്രദേശം 5 മേഖലകളാക്കി തിരിച്ചാണ് ജലസംരക്ഷണ പ്രവർത്തനം ആരംഭിച്ചത്. സ്വകാര്യ വ്യക്തികളുടെ തോട്ടങ്ങളിലടക്കം ചെറു ബണ്ടുകളും നിർമ്മിച്ചു നൽകി. 650 കർഷകർക്കാണ് തീർത്തും സൗജന്യമായി ബണ്ടുകൾ നിർമ്മിച്ചു നൽകിയത്. ഇതിലൂടെ കൃഷിക്ക് ആവശ്യമായ വെള്ളം ഉറപ്പാക്കാനും വരൾച്ചാക്കാലത്തെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും കഴിഞ്ഞു. ഭൂജലനിരപ്പ് അപകടകരമാം വിധം താഴ്ന്ന പെരുമാട്ടി പഞ്ചായത്തിൽ ഭൂജല വിധാനം ഉയർത്താൻ ഈ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ സഹായിക്കുന്നുണ്ട്. ഭൂജല വകുപ്പിന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷം വരെ അമിത ജലചൂഷിത പ്രദേശമായിരുന്നു ഇത്. പക്ഷേ അടുത്തിടെ നടത്തിയ പഠനത്തിൽ ഇത് മെച്ചപ്പെടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. നാട്ടുകാരുടെ കൂട്ടായ പ്രവർത്തനവും പരിസ്ഥിതിയോടുള്ള ഉത്തരവാദിത്വ ബോധവുമാണ് ഈ വിജയത്തിന് പിന്നിലെ പ്രധാന ചാലകശക്തി. മനുഷ്യന് ജലം എത്രത്തോളം പ്രധാനമാണോ അത്ര തന്നെ ഭൂമിക്കും മറ്റു ജീവജാലങ്ങൾക്കും സുപ്രധാനമാണ്. നമ്മുടെ ജലസമ്പത്ത് അത് എന്തുതന്നെയായാലും പാഴാക്കാതെ മലിനമാക്കാതെ ആവുന്നിടത്തോളം സംരക്ഷിച്ച് ഭൂമിയെ സംരക്ഷിക്കാം, ഒപ്പം നമ്മളെയും. തന്യാനാഥൻ എന്ന 24-കാരി വനിതയെക്കുറിച്ചാണ് നല്ല വാർത്തയിൽ ഇനി. സംസ്ഥാനത്തെ പൂർണ്ണമായും കാഴ്ച പരിമിതിയുള്ള ആദ്യ വനിതാ ജഡ്ജി. നിഷ്പക്ഷമായി ഭയമില്ലാതെ എല്ലാവർക്കും തുല്യനീതി ലഭ്യമാക്കുക എന്ന നീതിദേവതയുടെ ദൗത്യം നിറവേറ്റാൻ ഒരുങ്ങുകയാണ് സി തന്യാനാഥൻ. കണ്ണൂർ സർവകലാശാലയിൽ LLBയിൽ ഉന്നത വിജയം നേടിയ തന്യ പിന്നീട് അഭിഭാഷകൻ KG സുനിൽകുമാറിന്റെ കീഴിൽ തളിപ്പറമ്പിൽ നിയമപരിശീലനം ആരംഭിച്ചു. കാഴ്ച പരിമിതിയുള്ള ഉദ്യോഗാർത്ഥികളെ ജുഡീഷ്യൽ സേവനത്തിന് അയോഗ്യരായി കണക്കാക്കാൻ കഴിയില്ലെന്നും അവർക്കും നിയമനത്തിൽ തുല്യ അവസരം നൽകണമെന്നും 2025 സുപ്രീം കോടതി വിധിയാണ് തന്യയുടെ ഔദ്യോഗിക ജീവിതത്തിന് പച്ചക്കൊടി കാട്ടിയത്. അങ്ങനെ കേരള ജുഡീഷ്യൽ സർവീസ് പരീക്ഷയിൽ ഭിന്നശേഷി വിഭാഗത്തിൽ 1ാം റാങ്ക് നേടുകയും ചെയ്ത തന്യ നീതിന്യായ വ്യവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതേ പരീക്ഷയിൽ സെറിബ്രൽ പാൾസി ബാധിച്ച ജോയ്സൺ സാജൻ 2ാം സ്ഥാനം നേടി. ജുഡീഷ്യറിയിലെ തടസ്സങ്ങൾ നീക്കുക മാത്രമല്ല, ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിൽ കഴിവ് എന്താണെന്ന് പുനർനിർവചിക്കുക കൂടിയാണ് തന്യ തന്റെ ജീവിതത്തിലൂടെ. എന്തെന്നാൽ കാഴ്ചപ്പാട് എന്നത് കണ്ണിന്റെ കാഴ്ചയിലല്ല, മറിച്ച് ബുദ്ധിയുടെ കാഴ്ചയിലാണ്, ബോധ്യത്തിലാണ്. അത് ശക്തവുമാണ്. കണ്ടൽക്കാടുകളിലും കായലോരങ്ങളിലും കണ്ടുവരുന്ന സുപ്രധാനമായ കക്ക ഇനമാണ് കണ്ടൽ കക്ക. എന്നാൽ അനിയന്ത്രിതമായ കക്കവാരൽ, മലിനീകരണം, കണ്ടൽക്കാടുകളുടെ നാശം എന്നിങ്ങനെ പലവിധ വെല്ലുവിളികൾ കാരണം ഇവയുടെ ലഭ്യത കുറഞ്ഞു വരികയാണ്. ഈ കക്കവർഗത്തെ സംരക്ഷിക്കുന്നതിനും ഇത് കൃഷി ചെയ്യുന്നതിലൂടെ തീരദേശവാസികൾക്ക് പുതിയ വരുമാനമാർഗം ഒരുക്കുന്നതിനും സഹായിക്കുന്ന ഒരു കണ്ടുപിടുത്തമാണ് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം CMFRI നടത്തിയിരിക്കുന്നത്. കണ്ടൽ കക്കയെ ഹാച്ചറിയിൽ കൃത്രിമമായി പ്രജനനം നടത്തുന്നതിൽ വിജയിച്ചിരിക്കുകയാണ് CMFRI. ജിലോയ്ന ഇറോസ എന്ന ശാസ്ത്രനാമമുള്ള കക്കയുടെ വിത്തുൽപാദന സാങ്കേതിക വിദ്യയാണ് വികസിപ്പിച്ചത്. സംസ്ഥാനത്ത് വടക്കൻ കേരളത്തിലാണ് പോഷക ഗുണമേറിയ വിഭവമായ ഈ കക്ക കൂടുതലായി കാണപ്പെടുന്നത്. പുതിയ സാങ്കേതിക വിദ്യ വഴി ഉൽപ്പാദിപ്പിക്കുന്ന കക്ക കുഞ്ഞുങ്ങളെ കണ്ടൽ വനങ്ങളിൽ നിക്ഷേപിക്കുന്നതിലൂടെ വംശനാശ ഭീഷണി ഒഴിവാക്കാനും ഉൽപാദനം കൂട്ടാനും വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ.
കൂടാതെ കുറഞ്ഞ ചെലവിൽ ഇവയെ വളർത്തിയെടുക്കാനുള്ള കൃഷിരീതികൾ വികസിപ്പിക്കുന്നതോടെ തീരദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും സുസ്ഥിരമായ ഉപജീവനമാർഗം ഉറപ്പാക്കാനും സാധിക്കും. പ്ലാസ്റ്റിക് മാലിന്യം ഇന്ന് ലോകം നേരിടുന്ന വലിയ പരിസ്ഥിതി പ്രശ്നങ്ങളിലൊന്നാണ്. എന്നാൽ ആകർഷകമായ രീതിയിൽ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്ന വിധത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞാലോ? അത്തരത്തിൽ മനുഷ്യസ്നേഹവും പരിസ്ഥിതി സംരക്ഷണവും ഭക്ഷ്യസുരക്ഷയും ചേർന്നൊരു മനോഹരമായ പരിഹാരം മാതൃക കണ്ടെത്തിയിരിക്കുകയാണ് ഛത്തീസ്ഗഡിലെ അംബികാപൂരിൽ. പ്ലാസ്റ്റിക് മാലിന്യം കൈമാറി ഭക്ഷണം ലഭിക്കുന്ന കഫേ. അംബികാപൂരിലെ ബസ് സ്റ്റാൻഡിന് സമീപമാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ കഫേ പ്രവർത്തിക്കുന്നത്. 1 കിലോ പ്ലാസ്റ്റിക് നൽകിയാൽ ഒരു ഫുൾ പ്ലേറ്റ് ചോറും കറികളുമാണ് സമ്മാനം. 2019 മുതൽ ഈ പദ്ധതിയിലൂടെ ഏകദേശം 23 ടൺ പ്ലാസ്റ്റിക് ശേഖരിക്കപ്പെട്ടു. മാലിന്യത്തെ വിഭവമാക്കി മാറ്റുന്ന, സമൂഹത്തിൽ ഉത്തരവാദിത്ത ബോധം വളർത്താൻ സഹായിക്കുന്ന ഇത്തരം ശ്രമങ്ങൾ കൂടുതലിടങ്ങളിൽ മാതൃകയാക്കേണ്ടതാണ്. സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇൻഷുറൻസ് പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. 1 മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വർഷത്തെ ബജറ്റിൽ. കരുതൽ എന്ന് പേര് നൽകിയിരിക്കുന്ന പദ്ധതിക്കായി ബജറ്റിൽ 15 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. സംസ്ഥാന വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സൗജന്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയ വിദ്യാലയമാണ് തിരുവനന്തപുരം പേയാട് കണ്ണശ മിഷൻ ഹൈസ്കൂൾ. 2022 സ്കൂൾ മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ചത്. മലനിരകളും കാടും നിറഞ്ഞ ഭൂപ്രദേശമായ വയനാട്ടിൽ നിന്നും വിമാനം പറപ്പിക്കാൻ ഇത് ആദ്യമായി ഒരു വനിത. വിമാനത്താവളം ഇല്ലാത്ത വയനാട്ടിൽ നിന്നുള്ള ആദ്യ വനിതാ പൈലറ്റ് സീനത്ത് ഷെർബിൻ യൂസഫ് എന്ന 29കാരി. പൈലറ്റ് ആകണമെന്ന മോഹം മനസ്സിലിട്ട് താലോലിച്ചു നടക്കുകയായിരുന്നല്ല ഷെർബിൻ. 12ാം ക്ലാസ് കഴിഞ്ഞ ബന്ധുവിനോട് അടുത്ത പഠന ജോലി സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ പൈലറ്റ് ആകാൻ വേണ്ടി പഠിക്കുന്നതിനെക്കുറിച്ചും അതിന്റെ ജോലി സാധ്യതകളെക്കുറിച്ചും ആവേശത്തോടെ സംസാരിക്കുന്നത് അച്ഛൻ യൂസഫിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തുകൊണ്ട് നിനക്ക് അങ്ങനെ ചെയ്തുകൂടാ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യമാണ് സീനത്തിന്റെ മനസ്സിൽ പൈലറ്റ് എന്ന ചിന്ത ഉടലെടുക്കാൻ കാരണമായത്. അങ്ങനെയാണ് സീനത്ത് ആ വഴി തിരഞ്ഞെടുത്തത്. കഠിന പ്രയത്നവും ലക്ഷ്യബോധവും ആത്മവിശ്വാസവും കുടുംബത്തിന്റെ പിന്തുണയും കൊണ്ട് സുൽത്താൻ ബത്തേരിയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ മിടുക്കി. ഇതൊരു നിസ്സാര നേട്ടമല്ല. തങ്ങൾക്കും ഇത് സാധ്യമാകും എന്ന് ഓരോ പെൺകുട്ടിയുടെയും മനസ്സിൽ ഉറച്ച ആത്മവിശ്വാസം പകരാൻ വയനാടിന്റെ സ്വന്തം വനിതാ പൈലറ്റിന് സാധിക്കും. ഇന്ത്യയിലെ വ്യോമയാന മേഖല ഇപ്പോഴും പുരുഷാധിപത്യം നിറഞ്ഞതാണെങ്കിലും ക്രമേണ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. സ്വപ്നങ്ങൾ കാണാനും അത് യാഥാർത്ഥ്യമാക്കി മാറ്റാനും പെൺകുട്ടികൾക്ക് ഒന്നും തന്നെ തടസ്സമല്ല എന്ന് തെളിയിക്കുന്നതാണ് സീനത്ത് ഷെർബിന്റെ പ്രചോദനാത്മകമായ വിജയഗാഥ. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaarta@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.